എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ മാർക്കറ്റ് ഓപ്പണിങ്ങിൽ പ്രീവിയസ് ഡേ ഹൈ അടിച്ചില്ല. ഓപ്പണിങ്ങിൽ കുറച്ച് താഴോട്ട് വന്നു. ഇവിടെ നോക്കിയറിയാം CPRൻ്റെ താഴത്തെ റേഞ്ച് വന്നിട്ട് നേരെ പോയി പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയി ഒരു പ്രാവശ്യം ടച്ച് ചെയ്തു. അതിനുശേഷം വൺ സൈഡ് ഇറങ്ങിപ്പോയി. പിന്നെ നല്ലൊരു മൂവ്മെൻറ്റ് താഴോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിന്ന് പ്രതീക്ഷിച്ചിരുന്ന മാർക്കറ്റ് ചിലപ്പോൾ ഹൈ അടിച്ച് കയറുന്നതായിരുന്നു. പക്ഷേങ്കിൽ ലാസ്റ്റ് ടൈമിൽ അത് ഇങ്ങനെ ഹൈയുടെ റേഞ്ചിൽ തന്നെ നിന്നിട്ട് ലാസ്റ്റിൽ പോയി. പക്ഷെങ്കിൽ ഇപ്പോഴും ഒരു പ്രാവശ്യം ഈ 25,600-700 റേഞ്ചിലോട്ട് പോകാൻ ചാൻസ് കിടപ്പുണ്ട് മാർക്കറ്റിൽ. ഡേ ചാർട്ട് നോക്കുവാണെങ്കിൽ ഡേ ചാർട്ടിൽ ഇത് ഈ ക്യാൻഡിൽ ഇൻസൈഡ് ക്യാൻഡിലാണ്. അപ്പോൾ അതൊരു നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. പക്ഷേ നാളെ ഈ ഒരു ഹൈ പൊട്ടിച്ചാൽ നല്ല മൂവ്മെൻറ്റ് വീണ്ടും അപ്പിലോട്ട് കുറച്ച് കിട്ടും. അപ്പിലോട്ട് കിട്ടിയാലും ക്യാപ്ഡ് ആണ്. 25,700-800 റേഞ്ച് മാക്സിമം. അതിൽ കൂടുതലൊന്നും പോകാൻ ചാൻസ് കുറവാണ്. ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും വന്നിട്ട് അതും ഇൻഡിസിഷൻ ക്യാൻഡിലാണ് ഡോജിയെ കാണിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഈ ബാങ്ക് ആയിരിക്കും മാറി നിഫ്റ്റി ഒരു 25,600-700 കൊണ്ടുപോകാൻ ചാൻസ് ഉള്ളത് ഈ ആഴ്ചയിൽ എപ്പോഴെങ്കിലും. എന്തായാലും അധികം കയറി പോകുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എന്നാലും 58-59 റേഞ്ചിലോട്ട് 58,000 റേഞ്ചിലോട്ടൊക്കെ പോകാം. നിഫ്റ്റി ആണെങ്കിൽ 25,600-700 റേഞ്ചിലോട്ട് പോയാലും അവിടുന്ന് തിരിച്ച് ഇറങ്ങും. മിഡ് ക്യാപ്പ് നല്ല രീതിയിൽ ഇറങ്ങുന്നുണ്ട്. 1, 2, 3, 4, 5 ദിവസമായിട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഈ ബാങ്ക് നിഫ്റ്റിയിലൊരു ചാൻസ് കിട്ടി നിഫ്റ്റി 25,700 പോയെന്നിരിക്കാം. അതല്ല അത് വീക്കാവുകയാണെങ്കിൽ മാർക്കറ്റ് താഴോട്ട് ഇറങ്ങും. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്തിരുന്ന ഷെയറുകൾ ഇത്രയും ഷെയറുകളാണ് എടുത്തിരുന്നത്. ഇതിനകത്ത് നല്ല ചാൻസ് വന്ന കുറേ ഷെയറുകളുണ്ട്. ഈ സംഭവം എന്ന് പറയുന്ന ഷെയറിനകത്ത് നല്ല ചാൻസ് തന്നിട്ടുണ്ടായിരുന്നു. രാംകി തന്നിട്ടുണ്ടായിരുന്നു. എലൻ എന്ന് പറയുന്ന ഷെയർ തന്നിട്ടുണ്ടായിരുന്നു. നോക്കട്ടെ ബാക്കിയൊക്കെ ഏതൊക്കെയാന്ന്. സംഭവം ഇവിടെ നോക്കിയാൽ അറിയാം. ഓപ്പണിങ്ങിൽ ഇത് 6 അടിച്ചിട്ട് ഇറങ്ങി തന്നു. 6 117.70 എന്നത് 112 വരെ വന്നു. നല്ല പ്രോഫിറ്റ് വരുന്നു. അതിനുശേഷം പിന്നെ ഇവിടെ ഹൈ ബ്രേക്ക് ആകുമ്പോൾ നമ്മൾ അടുത്ത ലെവലിൽ വരുന്നോ അതല്ല തിരിച്ചിറങ്ങുന്നോ നോക്കുന്നു. ഇത് അടുത്ത ലെവലിൽ പോയി. അടുത്ത ലെവലിൽ പോയിട്ട് ഇറങ്ങി. അപ്പോൾ നമുക്ക് ഇവിടെ വീണ്ടും എടുക്കാം. 224-50 റേഞ്ചിലെടുത്താൽ നമുക്ക് 118 വരെ 2 പ്രാവശ്യം നല്ല ചാൻസ് അത് തരുന്നുണ്ട്. അതിനുശേഷം നമ്മളെടുത്ത ഷെയർ BF യൂട്ടിലിറ്റിക്കകത്ത് നമ്മൾ ഇവിടെ കട്ടാകുന്നുണ്ട്. പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയിട്ട് പ്രീവിയസ് ഡേയുടെ താഴെ വന്നു. 841 എന്നത് 831, 10 രൂപ നല്ല പ്രോഫിറ്റ് വരുന്നുണ്ട്. അതിനുശേഷം പോയി പുതിയ ഹൈ അടിച്ചു. പുതിയ ഹൈ അടിക്കുമ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുക, അടുത്ത ലെവലിൽ പോകുന്നു നോക്കുക. പോയില്ല. അതിനുശേഷം പഴയ ലെവൽ വീണ്ടും കട്ട് ചെയ്തു. 850 വീണ്ടും എൻട്രി എടുത്താൽ നമുക്ക് 814 വരെ കിട്ടുന്നുണ്ട്. നല്ല പ്രോഫിറ്റ് അതിനകത്തും കിട്ടുന്നുണ്ട്. പിന്നെ DJML എന്ന് പറയുന്ന ഷെയർ അതിനകത്ത് ചാൻസ് ഇല്ലല്ല. ചാൻസ് ഓപ്പണിങ്ങിലുണ്ടോ? ഇല്ല. എലൻ എന്ന് പറയുന്ന ഷെയറിനകത്ത് നല്ല ചാൻസ് ഉണ്ടായിരുന്നു. ഓപ്പണിങ് പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ ഇവിടെ ഓപ്പണായി 6 ടച്ച് ചെയ്തു ഇറങ്ങി. 6 മുകളിൽ പോയി ഇറങ്ങി. അപ്പോൾ നമുക്കിവിടെ എൻട്രി എടുത്താൽ 630 എൻട്രി എടുത്താൽ 599, ഇവിടെ 589, നല്ല ഹ്യൂജ് പ്രോഫിറ്റ്. IIFLനകത്താണെങ്കിൽ ഓപ്പണിങ്ങിൽ ഫ്ലാറ്റ് ഓപ്പണിങ് വന്നു, തിരിച്ചു പോയി പ്രീവിയസ് ഡേ ഹൈ അടിച്ചു ഇറങ്ങി. ഇവിടുന്ന് നമുക്ക് 507 എന്നത് 503 വരെ തരുന്നുണ്ട്. JGChem പ്രീവിയസ് ഡേ ഹൈ അടിച്ചു, അതിനുശേഷം ഇറങ്ങി 523, 529, 523 വരെ. അതിനുശേഷം പുതിയ ഹൈ അടിച്ചു. പുതിയ ഹൈ അടിച്ചിട്ട് പെട്ടെന്ന് തന്നെ അടുത്ത ലെവലിൽ പോയിട്ട് പെട്ടെന്ന് ഇറങ്ങി. 535 റേഞ്ചിൽ നിന്ന് എടുത്താൽ നമുക്ക് 2-3 ക്യാൻഡിലുണ്ട്. 516 നല്ല ചാൻസ് അതിനകത്ത് തരുന്നുണ്ട്. KPR മില്ല് ചാൻസ് ഇല്ല. നൗക്കരിക്കകത്തും ചാൻസ് ഇല്ല.
PFCക്കകത്ത് ചാൻസ് പ്രീവിയസ് ഡേ ഹൈ അടിച്ചിട്ട് ഇറങ്ങി 420-80 റേഞ്ച് എന്നത് 415 വരെ വന്നിട്ടുണ്ട്. അത് F&O ഷെയറാണ്. പ്രസ്റ്റീജിനകത്ത് ചാൻസ് ഇല്ല. രാംകിക്കകത്ത് ചാൻസ് ഉണ്ടായിരുന്നു. രാംകിക്കകത്ത് ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയുന്നുണ്ട്, ഇവിടെ ഒരു കട്ടാവുന്നുണ്ട്. കട്ടായി 610 കട്ടായിട്ട് ₹1 ജസ്റ്റ് താഴെ വന്ന് തിരിച്ച് കയറി നോക്കി. ഇത് കണ്ട ഹൈ അടിച്ചു. ഹൈ അടിച്ച് കഴിയുമ്പോൾ നമ്മൾ നേരെ എപ്പോഴും ചെയ്യുന്ന പോലെ അടുത്ത ലെവലിൽ പോയോ ഇല്ല, തിരിച്ച് ഇവിടെ ഇറങ്ങി 610 അവിടെ എടുത്ത 595. പക്ഷേ എങ്കിൽ ഇവിടെ ലോസ് വന്നത് കവർ ചെയ്ത് ചെറിയൊരു പ്രോഫിറ്റ് കിട്ടും, അത്രയേ ഉള്ളൂ. പിന്നെ സോണറ്റ സോഫ്റ്റ്വെയർ ചാൻസ് ഇല്ല. വാരി എനർജിക്കകത്ത് ചാൻസ് ഉണ്ടായിരുന്നു. വാരി എനർജിക്കകത്ത് ഓപ്പണിങ്ങിൽ ഇത് പോയി ഹൈ അടിച്ച് ഇറങ്ങി, ഇവിടെ ഇറങ്ങി 3128 എന്നത് 3077 വരെ വരുന്നുണ്ട്. അതിനുശേഷം പോയി പുതിയ ഹൈ അടിച്ച് വീണ്ടും ഇവിടെ ഇറങ്ങി 3128 എടുത്താൽ വീണ്ടും നമുക്ക് 3092 രണ്ട് പ്രാവശ്യം നല്ല ചാൻസ് തരുന്നുണ്ട്. UK എന്ന് പറയുന്ന ഷെയറും നല്ല ചാൻസ് തരുന്നുണ്ട്. പക്ഷേ വോളിയം ഇല്ലായിരുന്നു ഓപ്പണിങ്ങിൽ. ഇവിടെ നോക്കിയാൽ ഇവിടെ ഒരു ഹൈ അടിച്ചു, ഇവിടെ ഇറങ്ങി 1127 എന്നത് 16 വരെ വരുന്നുണ്ട്. 10 രൂപ തരുന്നുണ്ട്. പക്ഷേ എങ്കിൽ പെട്ടെന്ന് തന്നെ തിരിച്ച് കയറിയിട്ട് അടുത്ത ലെവലിൽ പോയി എന്നിട്ട് തിരിച്ച് ഇവിടെ ഇറങ്ങി 1146 എടുത്താൽ നമുക്ക് 1102 വരെ അടുത്ത രണ്ടാം ചാൻസ് നമുക്ക് തരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ഇന്ന് അവസരങ്ങൾ തന്ന ഷെയറുകൾ. നമുക്കിനി നാളത്തേനുള്ള ഷെയറുകൾ നോക്കാം. നാളത്തേനുള്ള ഷെയറുകൾ കുറച്ച് ഷെയർ ഇതുണ്ട്. ഇത് F&O ഷെയർസാണ്, 2-4 ഷെയർ. അപ്പോൾ നമുക്ക് നമ്മുടെ പുതിയ രീതി വെച്ച് ഇന്നലെ നമ്മൾ എടുത്ത ഷെയറുകൾ എനിക്ക് തോന്നുന്നു നൗക്കരി, ABFRL, എറ്റേണൽ, പിന്നെ BDL. അതിനകത്ത് BDL നല്ല ചാൻസ് ഉണ്ടായിരുന്നു. ABFRLനകത്തും ചാൻസ് ഉണ്ടായിരുന്നു. ABFRL പറഞ്ഞെന്നാണ് ഞാൻ എഴുതിയിട്ടിട്ടുണ്ട്. അതിനകത്ത് നല്ല ചാൻസ് ഉണ്ടായിരുന്നു. പിന്നെ എറ്റേണൽ വന്ന ശേഷം അതിനകത്ത് മൂവ്മെൻ്റ് ഇല്ലായിരുന്നു. എറ്റേണൽ നമ്മുടെ പഴയ സൊമാറ്റോ, അത് നമ്മൾ പറഞ്ഞ റേഞ്ച് 264-67. ഇത് 65 വരെ പോയിട്ട് അവിടുന്ന് 65 എന്നത് മൂവ്മെൻ്റ് ഇല്ല. 62 വലിയ മൂവ്മെൻറ്റ് തന്നിട്ടില്ല. എന്നാലും കുഴപ്പമില്ല, നമുക്ക് റിസ്ക് ഇല്ല. 4 ഷെയർ എന്നത് 3 ഷെയറിനകത്ത് നല്ല ചാൻസ് ഉണ്ടായിരുന്നു. നൗക്കരിക്കകത്ത് നമുക്ക് ചാൻസ് ഇല്ലായിരുന്നു. നമ്മൾ നൗക്കരി പറഞ്ഞത് 1490-1500 ലെവൽ, ആ ലെവലിൽ വന്നിട്ടില്ലായിരുന്നു. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ ദിവസം നമുക്ക് ആ പുതിയ രീതി വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഷെയറാണ് മാൻകൈൻഡ് എന്ന് പറയുന്ന ഷെയർ. മാൻകൈൻഡ് എന്ന് പറയുന്ന ഷെയറിനുണ്ട് ലെവൽ, 2 ലെവലുണ്ട്. 2540, 2551 ഒരു ലെവല്. അതിനുശേഷം 2562, 2570. ഇപ്പം 2540, 2551 ഉള്ളിൽ കയറിയതിന് ശേഷം ഇറങ്ങുമ്പോൾ ഇത് ലെവൽ കട്ടിയെന്നല്ല, ഉള്ളിൽ കയറുന്ന എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് സെല്ല് ചെയ്യാം. അതിനകത്തൊരു വീക്ക്നെസ് കാണുവാണെങ്കിൽ സെല്ല് ചെയ്യാം, പെട്ടെന്ന് അത് ഇറങ്ങി വരാൻ ചാൻസ് കൂടുതൽ. അതുപോലെ അതെല്ലാം അടുത്ത ലെവലിൽ പോയാൽ ഈ 2ാം ലെവൽ കിട്ടുവാണെങ്കിൽ നല്ലതായിരിക്കും. അതുപോലെ പിന്നെ അടുത്ത ഒരു ഷെയർ ഡാബർ എന്ന് പറയുന്ന ഷെയർ, അത് 523, 525 റേഞ്ചിൽ കിട്ടിയിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്ന കണ്ടാൽ നമുക്ക് ചാൻസ് എടുക്കാം. ഓക്കെ, അപ്പം നമുക്ക് നാളത്തേനുള്ള ഷെയറുകൾ ഈ കാണിച്ചേക്കുന്ന ഷെയറുകൾ. ഇതിനകത്ത് ക്രിക്സാക്ക് എന്ന് പറയുന്ന ഷെയർ ഇപ്പോൾ ഓൾറെഡി ഞാൻ പുതിയ ഇതിൻ്റെ വെച്ച് 2 ഷെയർ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നോട്ട് ചെയ്തിട്ടല്ലേ, എനിക്ക് നാളെ മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഒന്ന് മാൻകൈൻഡ്, ഡാബർ, അതിനുശേഷം ഓക്കെ ഇടയ്ക്ക് പറയാം. ക്രിക്സാക്ക് എന്ന് പറഞ്ഞാൽ ഇന്ന് ലിസ്റ്റായ ഷെയറാണ്. നല്ല ഹെവി മൂവ്മെൻ്റ് ആയിരുന്നു, 25% കയറിയിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ ഈ പ്രീവിയസ് ഡേ ഹൈയോ R1 റേഞ്ചിൽ നിന്ന് ഇറങ്ങിയ ചിലപ്പോൾ നല്ലൊരു ഇറങ്ങാൻ ചാൻസ് ഉണ്ട് ഈ ഷെയറിനകത്ത്. പ്രോസ്റ്റാം എന്ന് പറയുന്ന ഈ ഷെയർ ഇപ്പോൾ 200 ലെവൽ പോയതിന് ശേഷം 96-87 കട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. അതങ്ങനെ കട്ട് ചെയ്യാൻ തോന്നുന്നു. അതല്ല R1, R2 റേഞ്ചിൽ കിട്ടുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും.
ഒമാക്സ് ഓട്ടോ R1 റേഞ്ചിൽ നിന്ന് കിട്ടുവാണെങ്കിൽ നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. ഹൈയുടെ റേഞ്ചിൽ നിന്ന് നമുക്ക് കിട്ടിയാൽ കുഴപ്പമില്ല എടുക്കുന്നതിന്. യൂണിവാസ്തു എന്ന് പറയുന്ന ഷെയർ ഹൈ R1 ഈ രണ്ട് റേഞ്ച് എവിടുന്നെങ്കിലും കിട്ടുവാണെങ്കിൽ എടുക്കാം. മെട്രോപോളിസ് ഹൈ അടിച്ചിട്ട് ഇറങ്ങുവാണെങ്കിൽ ചാൻസ് എടുക്കാം. സംഭവം എന്ന് പറയുന്ന ഷെയറും ഹൈ R1 റേഞ്ചിൽ നിന്ന് നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ ബാങ്ക് ഹൈ R1 R2 ഈ 3 ലെവലും ശ്രദ്ധിക്കുക. SW സോളാർ R2 ലെവൽ ഓപ്പണിംഗ് കിട്ടുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. SML ഇസൂസു ക്ലോസിങ് 3057. ഇത് ഞാൻ ആ പുതിയ രീതിയിൽ ഇതിനകത്ത് ചാൻസ് എവിടെ നോക്കിയിട്ട് ഞാൻ ഗ്രൂപ്പിൽ പറയാം, കുഴപ്പമില്ല. ഇതിപ്പം ഹൈ അടിച്ചിട്ട് ഇറങ്ങുകയാണെങ്കിൽ നല്ല, പക്ഷേ ഹൈ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹൈ വരുവാണെങ്കിൽ ഇത് 253 266 രണ്ടും സെയിം റേഞ്ചാണ്. അവിടുന്ന് നല്ലൊരു ഇറക്കമായിരിക്കും ഇറങ്ങുന്നത്. PGLനകത്ത് 800 പോയിട്ട് 796 90 കട്ടുകയാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. 810 വന്നിട്ട് ഇറങ്ങുകയാണെങ്കിൽ നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇമാമിക്കകത്ത് ഹൈയോ R1 റേഞ്ച് നോക്കുക. സിർമ അതും ഹൈയും R1 റേഞ്ച് ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് നാളത്തേന് മറ്റേ ലെവൽ നോക്കേണ്ട ഒരു ഷെയർ PNB ഹൗസിങ്. PNB ഹൗസിങ് വന്നിട്ട് 1106 1112 ആ ലെവല് ശ്രദ്ധിക്കുക. സെല്ലിങ് റേഞ്ച് ശ്രദ്ധിക്കുക ഈ ലെവല്. പിന്നെ കല്യാൺ ജൂവലറി 600 604 ലെവല് ശ്രദ്ധിക്കുക. BDL എന്ന് പറയുന്ന ഷെയർ ഇന്ന് നല്ല ചാൻസ് തന്നെങ്കിൽ വീണ്ടും അതിനകത്ത് 992 2001 2005 ലെവല് വീണ്ടും അത് തിരിച്ച് താഴോട്ട് വരാനാണ് ചാൻസ് കൂടുതൽ. അപ്പോൾ ഈ ലെവലുകളെല്ലാം ശ്രദ്ധിക്കുക. അപ്പോൾ നാളെ എല്ലാവർക്കും നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.